ലോക്സഭയിൽ രാഹുൽ അമിത്ഷാ വാക്പോര്. അമിത്ഷായെ സഭയിൽ വെല്ലുവിളിച്ച് രാഹുൽ ഗാന്ധി. കുപിതനായി അമിത്ഷാ. വോട്ടർ പട്ടിക പരിഷ്കരണ ചർച്ചയുടെ മറുപടിക്കിടെ ലോക്സഭയിൽ ഏറ്റുമുട്ടി അമിത്ഷായും രാഹുൽ ഗാന്ധിയും. രാഹുൽ ഗാന്ധിയുടെ വോട്ട് കൊള്ള പ്രചരണം നുഴഞ്ഞുകയറ്റക്കാരുടെ വോട്ടിന് വേണ്ടിയെന്ന് അമിത്ഷാ ആഞ്ഞടിച്ചു. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ എഴുതിക്കൊടുത്ത് പ്രസംഗം തയ്യാറാക്കുന്നവർ രാഹുൽ ഗാന്ധിയെ അപമാനിതനാക്കുകയാണെന്നും അമിത്ഷാ പരിഹസിച്ചു. ഇതോടെ വോട്ട് ചോരിയിൽ ചർച്ച നടത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ രാഹുൽ ഗാന്ധി വെല്ലുവിളിച്ചു. പാർലമെന്റിൽ അമിത്ഷായുടെ പ്രസംഗത്തിനിടെ ഇടപെട്ടായിരുന്നു രാഹുലിന്റെ വെല്ലുവിളി. ഇതോടെ കുപിതനായ അമിത്ഷാ വോട്ട് ചോരി ആദ്യം നടത്തിയത് കോൺഗ്രസ് ആണെന്ന് തിരിച്ചടിച്ചു. ഭരണ പ്രതിപക്ഷ വാക്പോരിനൊടുവിൽ സഭയിൽ ബഹളമുണ്ടായി. അമിത്ഷായെ പുറത്ത് സംവാദത്തിന് വെല്ലുവിളിച്ച് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രസംഗത്തിനിടെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. പ്രതിപക്ഷം ഇറങ്ങിപ്പോയതോടെ ധൈര്യമില്ലാതെ ഒളിച്ചോടുകയാണെന്ന് അമിത്ഷാ പരിഹസിച്ചു. വോട്ട് ചോരി ആരോപണം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും ബംഗാളിലും തമിഴ്നാട്ടിലും കൂടി കടന്നു ചെല്ലുമെന്നും പറഞ്ഞാണ് അമിത്ഷാ മറുപടി അവസാനിപ്പിച്ചത്. വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടന്നെന്ന് പറഞ്ഞാണ് അമിത്ഷാ ലോക്സഭയിൽ പ്രസംഗം ആരംഭിച്ചത്. വസ്തുതകൾ ജനങ്ങൾ അറിയണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിന്റെ ഇംഗിതത്തിനല്ല പ്രവർത്തിക്കുക. മാസങ്ങളായി പ്രതിപക്ഷം കള്ളം പ്രചരിപ്പിക്കുകയാണെന്നും അമിത്ഷാ വിമർശിച്ചു. സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പാണ് കമ്മീഷൻ ഉറപ്പു നൽകുന്നത്. അത് കമ്മീഷന്റെ ഉത്തരവാദിത്വവുമാണ്. വോട്ടർമാർ ഇന്ത്യൻ പൗരന്മാരായിരിക്കണമെന്നതാണ് പ്രധാന വ്യവസ്ഥ. വിദേശിയാകാൻ പാടില്ല. SIR എന്തിന് ഇപ്പോൾ നടത്തുന്നുവെന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. പട്ടികയിൽ ശുദ്ധീകരണം നടത്തേണ്ടത് അനിവാര്യമായിരുന്നു. മുൻകാലങ്ങളിലും പരിഷ്കാരങ്ങൾ നടന്നിട്ടില്ലേ എന്ന് ചോദിച്ച അമിത്ഷാ കോൺഗ്രസ് ഭരിച്ചപ്പോൾ പ്രതിപക്ഷം ഈ നടപടിയെ ചോദ്യം ചെയ്തിട്ടില്ലെന്നും കൂട്ടിച്ചേർത്തു.